അമേരിക്കൻ ദൗത്യം പൂർത്തിയാക്കി സംഘം തിരികെ കേരളത്തിൽ മടങ്ങിയെത്തി. ഉടൻ തന്നെ കേരളത്തിൽ ഒരു ടെക്നോളജി പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ തുടങ്ങി. KPP നമ്പ്യാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ നിയോഗിക്കുകയും ചെയ്തു. സീഡാക്കിൽ സേവനമനുഷ്ഠിച്ചു പോന്ന G. വിജയരാഘവനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് ടെക്നോളജി പാർക്കിന്റെ CEO ആക്കി. ഇലക്ട്രോണിക്സ് ടെക്നോളജി പാർക്ക് കേരള ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു. കമ്പനി രജിസ്റ്റർ ചെയ്ത് സ്വന്തം കെട്ടിടം രൂപം കൊള്ളുന്നതുവരെ പാർക്കിന്റെ അന്നത്തെ ഓഫീസ് എന്ന് പറയാവുന്നത് സെക്രട്ടേറിയറ്റിലെ KPP നമ്പ്യാർക്കായുള്ള ഓഫീസ് മുറിയുടെ സോഫയാണ്. പാർക്കിന്റെ ഗവേണിംഗ് ബോഡി ശ്രീമതി ഗൗരിയമ്മയുമായി പലവട്ടം ചർച്ചകൾ നടത്തി. പിന്നീട് സമിതിക്ക് പരിഹരിക്കേണ്ടിയിരുന്നത് പലതായിരുന്നു. ടെക്നോ പാർക്കിനായി സ്ഥലം കണ്ടെത്തുക, പദ്ധതികൾ നടപ്പാക്കി സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക, വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, രാജ്യാന്തര ഇലക്ട്രോണിക്സ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുക എന്നിങ്ങനെ. യോഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലിന് പുറമെ 6 കോടിയോളം രൂപയുടെ പദ്ധതികൾക്കും അനുമതി നൽകി. ഇലക്ട്രോണിക് ടെക്നോളജി പാർക്ക് എന്ന പേരിൽ സൊസൈറ്റിയായാണ് ഇലക്ട്രോണിക്സ് ടെക്നോളജി പാർക്സ് കേരള രജിസ്റ്റർ ചെയ്തത്. ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ വ്യവസായങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ടെക്നോ പാർക്കിന്റെ ലക്ഷ്യം. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന വാക്ക് അന്ന് കേരള ജനതയ്ക്ക് അന്യം. ലാൻഡ് അക്വിസിഷൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഏത് കാലഘട്ടത്തിലും ഭൂമി എടുക്കാൻ നേരത്തെ വലിയ പ്രക്ഷോഭണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ്. പക്ഷേ ടെക്നോ പാർക്കിൻ്റെ ലാൻഡ് അക്വിസിഷൻ്റെ ഞങ്ങൾ ഈ 50 ഏക്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ ഒരു 120-130 ഏക്കർ അഡീഷണൽ നോട്ടിഫൈ ചെയ്യാനും തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് നയനാർ ഗവൺമെൻറ് മാറി, കരുണാകരൻ ഗവൺമെൻറ് വന്നു. ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ് അന്നത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. ഞാൻ ശരിക്കും ഈ പ്രോജക്റ്റിനൊരു ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡിയയ്ക്കുള്ള ക്രെഡിറ്റ് ശ്രീ KPP നമ്പ്യാർ, ശ്രീമതി ഗൗരിയമ്മ, ശ്രീ നയനാർ. കാരണം ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ എടുക്കേണ്ട ഒരു തീരുമാനം വലിയൊരു തീരുമാനമാണ്. ടെക്നോ പാർക്ക് എവിടെ സ്ഥാപിക്കണം എന്ന വിഷയത്തിലായിരുന്നു ആദ്യത്തെ ചർച്ച. വ്യവസായികൾ ഏറെയും കൊച്ചിയിലായതിനാൽ കൊച്ചിയിൽ സ്ഥാപിക്കാമെന്ന് കുറച്ചുപേർ. തിരുവനന്തപുരത്ത് വേണമെന്നും മലബാർ മേഖലയിൽ വേണമെന്നും ഏറെ പേർ വാദിച്ചു. യൂണിവേഴ്സിറ്റികളോട് ചേർന്നോ റിസർച്ച് സെന്ററുകളോട് ചേർന്നോ ആണ് എന്നും ടെക്നോളജി പാർക്കുകൾ വളർന്നിട്ടുള്ളത് എന്നതുകൊണ്ട് കെൽട്രോണും കേരള സർവകലാശാലയും വിക്രം സാരാഭായ് സ്പേസ് സെന്ററുമുള്ള തിരുവനന്തപുരമാണ് ടെക്നോ പാർക്കിന് എന്നും അനുയോജ്യം എന്ന തീരുമാനത്തിലെത്തി. യാത്രാ സൗകര്യങ്ങളുള്ള വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം പാർക്ക് എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. തുടർന്ന് കാര്യവട്ടത്ത് കേരള സർവകലാശാലയുടെ വക 50 ഏക്കർ സ്ഥലം പാർക്കിന്റെ പ്രാഥമിക ഘട്ടത്തിനായി വിട്ടുനൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. അങ്ങനെ സർവകലാശാലയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വൈദ്യൻകുന്ന് എന്ന സ്ഥലം പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുത്തു.
പണ്ട് ഒരു വൈദ്യൻ അവിടെ താമസിച്ചിരുന്നെന്നും അദ്ദേഹം നട്ടുവളർത്തിയ പല പച്ചമരുന്നുകളുമുള്ള തോട്ടം നിർമ്മാണ ഘട്ടത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുമാണ് കേട്ടറിവ്. നേരത്തെ ഞാൻ ലാൻഡ് എക്വിസിഷൻ്റെ കാര്യം പറഞ്ഞു. ലാൻഡ് എക്വിസിഷൻ എപ്പോഴും ഒരു ചലഞ്ചാണ്. ആ ലാൻഡ് എക്വിസിഷൻ്റെ സമയത്ത് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ ടെക്നോ പാർക്കിൽ വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് മെമ്പർമാർ, അവരുമായിട്ട് ഗവൺമെൻറ്റിലെ അന്നത്തെ മുഖ്യമന്ത്രി, അത് കഴിഞ്ഞ് വന്ന മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അവരെ ഞങ്ങൾ കോൺഫിഡൻസിലെടുത്ത്, ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവിടെ ഒഴിപ്പിച്ച മിക്കവാറും എല്ലാ വീടുകളിലും ഞാനും കയറിയിട്ടുണ്ട്. അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വളരെ ജസ്റ്റായിട്ടുള്ള രീതിയിൽ, അതായത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകാരോട് പറഞ്ഞ് വില കുറയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, ന്യായമായിട്ടുള്ള വില കൊടുത്ത് അവരെ മാറ്റണം. നമുക്ക് അന്ന് റീഹാബിലിറ്റേഷൻ ഒന്നും നിയമത്തിലുള്ളതല്ല. പക്ഷേ വീടുള്ളവർക്കൊക്കെ ഞങ്ങൾ 3 സെൻറ്റ് സ്ഥലം കൊടുത്തു, അവിടെ വീട് വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു, പൊളിച്ച വീടിന് നല്ല കോമ്പൻസേഷൻ കൊടുത്തു. അതൊക്കെ അന്ന് PWD ആയിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്ത് വളരെ റീസണബിളായിട്ട്. അതുകൊണ്ട് ആ പ്രൊട്ടസ്റ്റുകൾ വളരെ കുറവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടസ്റ്റുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇടതുപക്ഷ സർക്കാർ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ശ്രീ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ റവന്യൂ മന്ത്രിയായിട്ട് ഞാൻ കാരണം അവിടെ ഒരു ലാൻഡ് എക്വിസിഷന് എക്സെംഷൻ കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തു. അവിടെ വേറെ ഒന്നുമില്ല. ഇതുപോലെ ചില നല്ല പൈസക്കാർ സ്പെക്കുലേഷന് വേണ്ടിയിട്ട് ലാൻഡ് എക്വിസിഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കി. അന്ന് നയനാരെ പോയി കണ്ട് നയനാരൊരു ഓർഡർ ഇഷ്യൂ ചെയ്തു. എനിക്ക് വേറെ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി അത്ര എളുപ്പം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് എനിക്ക് തോന്നുന്നു. പക്ഷേ ടെക്നോ പാർക്കിൻ്റെ ഒരു അക്വിസിഷനും ക്യാബിനറ്റ് അപ്രൂവൽ ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓർഡർ എന്ന് നയനാർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാറി മാറി വന്ന സർക്കാരുകളുടെ സപ്പോർട്ട് വാസ് ട്രെമൻഡസ് ഇൻ വാട്ട് എവർ വി ഡിഡ്. ഒരു കാര്യം ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം തീരുമാനിച്ചത്, ലോകത്ത് എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോ പാർക്കിൽ അവൈലബിൾ ആക്കണം. അതായത് ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയിലോ സിംഗപ്പൂരിലോ മറ്റ് ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും എന്നുള്ളത് പറയാൻ പാടില്ലാത്തൊരു രീതി. ഫൗണ്ടേഷൻ സ്റ്റോൺ ഫംഗ്ഷന് അന്ന് പക്ഷേ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുമെന്നായി. ആ സമയത്ത് ഞാൻ എന്നും ഇതൊരു നോൺ പാർട്ടിസൺ പ്രോജക്റ്റായിട്ട് പോകണമെന്നുള്ളൊരു ഇതോടുകൂടി ഞങ്ങളന്ന് ചെയ്ത് ഞാൻ അന്നത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ശ്രീ A. K. ആൻ്റണിയും ശ്രീ കരുണാകരനെയും വിളിച്ചു. പക്ഷേ അവർ രണ്ടുപേരും വരാൻ ചില അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വന്നില്ല. പക്ഷേ അതിലൊരു വലിയൊരു ചേഞ്ച് വന്നത് ശ്രീ KR നാരായണൻ അന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അന്ന് പാർലമെൻറ്റും ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം MP അല്ല, പക്ഷേ അദ്ദേഹത്തിനൊരു ഇൻവിറ്റേഷൻ അയച്ചു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ, അല്ലാതെ സ്റ്റേജിലിരിക്കാനല്ല. പക്ഷെ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീ കെ നായനാരോടും ഗൗരിയമ്മയോടും പറഞ്ഞിട്ട് അവർ ശ്രീ കെ നായനാർ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രമാറ്റൈസിങ് എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേജിലോട്ട് എല്ലാവരും കയറുന്ന സമയം ഞാൻ പറഞ്ഞു KR നാരായണൻ വിളിക്കണ്ടേ, ഞാൻ വിളിക്കാമോടോ സമയത്ത് വിളിക്കുമെന്ന് പറഞ്ഞു.
എല്ലാവരും സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ശ്രീ കെ ആർ നാരായണനെ സ്റ്റേജിലോട്ട് ക്ഷണിച്ചു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. കാരണം ശ്രീ കെ ആർ നാരായണൻ സ്റ്റേജിലോട്ട് വന്നതോടുകൂടി ഇതൊരു നോൺ പൊളിറ്റിക്കൽ ഇവൻ്റായിട്ട് മാറുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞ ടെക്നോ പാർക്കിൻ്റെ ഒരു എല്ലാ സമയത്തും ടെക്നോ പാർക്ക് പോസിറ്റീവായിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ കണ്ടിട്ടുള്ള ഒരു വലിയൊരു ഒരു കാര്യം ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം തീരുമാനിച്ചത് ലോകത്ത് എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോ പാർക്കിൽ അവൈലബിൾ ആക്കണം. അതായത് ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയിലോ സിംഗപ്പൂരിലോ മറ്റ് ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും എന്നുള്ളത് പറയാൻ പാടില്ലാത്തൊരു രീതി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറിനുള്ള തീരുമാനം. അതിൽ വളരെ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു കാലത്തെ പറ്റി ഓർമ്മ വരില്ല. പക്ഷേ അവരവരുടെ പേരൻസുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അന്ന് ടെലിഫോൺ കണക്ഷൻ കിട്ടാൻ ചിലപ്പോൾ 3-4 വർഷം കാത്തിരിക്കേണ്ടി വരും. OITയിൽ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ 1-1.5 വർഷത്തിനകം കിട്ടും. അല്ലെങ്കിൽ തത്കാൽ എന്ന് പറഞ്ഞ് 30,000 രൂപ കൊടുത്താൽ ഒരു കണക്ഷൻ ചിലപ്പോൾ 1 മാസത്തിനകം കിട്ടും. ഞങ്ങൾ അന്ന് തീരുമാനിച്ചു ടെക്നോ പാർക്കിൽ വരുന്ന ഒരു കമ്പനിക്ക് ഉടനെ ടെലിഫോൺ ലൈൻ കിട്ടണം. അപ്പോൾ ഞങ്ങൾ ചെയ്തത് OITയിൽ ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ OIT അനുസരിച്ച് ഒരു വളരെ വലിയ നമ്പർ ടെലിഫോൺ ലൈനുകൾക്ക് അപ്ലൈ ചെയ്തു. ആ തുകയും കൊടുത്ത് അത് അപ്ലൈ ചെയ്താൽ ഒരു പീരീഡിനകത്ത് തരണം. അപ്പോൾ പുതിയൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഇവിടെ വരേണ്ടി വന്നു. ആ ടെലിഫോൺ എക്സ്ചേഞ്ച് അവർ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ടെക്നോ പാർക്ക് തുടങ്ങുന്ന സമയത്ത് ഇവിടെ വരുന്ന ഏതൊരു കമ്പനിക്കും വരുന്ന ദിവസം തന്നെ ടെലിഫോൺ കണക്ഷൻ നിയമപരമായിട്ട് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾ ഒരുക്കി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിയമത്തിലൊരു റൂൾ ഉണ്ടായിരുന്നു, വാടകക്കാരന് ഉടമസ്ഥൻ്റെ ഫോൺ ഉപയോഗിക്കാം, മറ്റൊരാളുടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവരെല്ലാം ഇവിടെ വാടകയ്ക്കാണ് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് ടെക്നോ പാർക്കിൻ്റെ നമ്പർ യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞ് 1991 മാർച്ച് 31 ടെക്നോ പാർക്കിന്റെ കേന്ദ്ര സ്ഥാപനമായ ഇന്നത്തെ പാർക്ക് സെന്ററിന്റെ മുന്നിൽ ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി E.K. നായനാർ നിർവഹിച്ചു. വേദിയിൽ KR നാരായണനെ പോലെ വിശിഷ്ട അതിഥികളും ഉണ്ടായിരുന്നു. പ്രൗഢഗംഭീരമായ ആ ചടങ്ങ് സാക്ഷ്യം വഹിച്ചത് കേരളം തുടർന്നു കണ്ട വികസന നേട്ടങ്ങളുടെയും മാറ്റങ്ങളുടെയും തുടക്കത്തിനായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു, ഓർത്തോണം 25 വർഷം മുമ്പ് നമ്മൾ പറയാം, ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് 4 ലൈൻ റോഡ് ഒരു കാലത്താവും. ആ സമയത്ത് ഈ റോഡ് വളരെ ചെറുതായിട്ട് വരികയും ഇവിടെ വരുന്ന ആൾക്കാർക്ക് സൗകര്യമില്ലാതെ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നേ ഒരു 4 ലൈൻ റോഡ് ചെയ്യുക എന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു.
ഇന്ന് ടെക്നോ പാർക്കിലോട്ട് കയറുന്ന ഒരു 4 ലൈൻ റോഡ് കാണാം. ആ റോഡ് ഞങ്ങൾ കെട്ടുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചെറിയൊരു ഫുട്പാത്ത് പോലും ഇല്ലാത്തപ്പോഴാണ് നിങ്ങളൊരു 4 ലൈൻ റോഡ് വയ്ക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു, ഓർത്തോളം 25 വർഷം മുമ്പ് നമ്മൾ പറയാം, ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് 4 ലൈൻ റോഡ് ഒരു കാലത്താവും. ആ സമയത്ത് ഈ റോഡ് വളരെ ചെറുതായിട്ട് വരികയും ഇവിടെ വരുന്ന ആൾക്കാർക്ക് സൗകര്യമില്ലാതെ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നേ ഒരു 4 ലൈൻ റോഡ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കുകയായിരുന്നു. മറ്റൊന്ന്, ഇറ്റ് വിൽ ബി ഗ്രീൻ എന്നുള്ളത്. അപ്പോൾ ടെക്നോ പാർക്കിനൊരു ഡിഫറൻസിയേഷൻ വേണമായിരുന്നു. ആ ഡിഫറൻസിയേഷൻ വേറെ ഒന്നും പറ്റാത്തത് ദ വേൾഡ്സ് ഗ്രീനസ്റ്റ് ഇലക്ട്രോണിക്സ് ടെക്നോപോളിസ് എന്ന് പറഞ്ഞിട്ട് കുറേ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഇന്ന് നമ്മൾ ടെക്നോ പാർക്ക് ക്യാമ്പസിൻ്റെ അകത്ത് കാണുന്ന വലിയ മരങ്ങളെല്ലാം ഒരു 6 അടി 7 അടി പൊക്കമുള്ള മരങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ്. അല്ലാതെ ഈ സ്ഥലത്ത് കുറേ കാടും കശുമാവും ഒക്കെ ഉണ്ടായിരുന്നല്ലാതെ വേറെ വലിയ മരങ്ങളൊന്നും. പക്ഷേ ഈ കാണുന്ന മിക്കവാറും എല്ലാ മരങ്ങളും ആ പീരീഡിൽ നിന്നാണ്. ഇപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും ആർക്കിടെക്ട് സെലക്ഷൻ അതിൻ്റെ പുസ്തകത്തിലൊക്കെ ഞാൻ കുറേ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടാണ് ജയചന്ദ്രൻ മുരളി ആൻഡ് അസോസിയേറ്റ്സ് എന്നൊരു ഗ്രൂപ്പിനാണ് ആർക്കിടെക്ചർ ഫേമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരുമായിട്ടുള്ള ചർച്ചകളും എന്ത് വേണമെന്ന്, അപ്പോൾ വളരെ ക്ലിയറായിട്ടൊരു തീരുമാനം എടുത്തത് ഈ ക്യാമ്പസ് മറ്റ് ലോകത്തെവിടെയുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്ക് ആൻഡ് ഫീൽ വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി കേരള എന്നുള്ളൊരു ഫീൽ വരണം. അതുകൊണ്ടാണ് നമ്മൾ പാർക്ക് സെൻറ്ററും ആദ്യത്തെ ബിൽഡിങ്ങുകളായ പമ്പയും നിങ്ങളെയൊക്കെ കണ്ടാൽ ഒരുപാട് നമ്മുടെ റൂഫ് ടൈൽസ് പാകിയ കെട്ടിടങ്ങളാണ്. പക്ഷേ അതേ സമയത്ത് ഒരു തീരുമാനം എടുത്തിരുന്നു, ഈ കെട്ടിടത്തിൻ്റെ അകത്ത് കയറിയാൽ അന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഫെസിലിറ്റിയോട് കമ്പയർ ചെയ്യത്തക്കൊണ്ടുള്ളൊരു ഫെസിലിറ്റി ആയിരിക്കണം. അപ്പം ഒരു കൾച്ചറൽ ഷോക്കാണ്. ഒരു എക്സ്റ്റേണൽ ലുക്ക് കേരളയും അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു വളരെ വെസ്റ്റേൺ ആയിട്ടുള്ളൊരു ഓഫീസ് കോംപ്ലക്സുമാണ്. അത് നമ്മൾ ഇന്നും ടെക്നോ പാർക്കിൽ അത് കാണുന്നുണ്ട്.